കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാനത്തിനു വേണ്ടി വീണ്ടും മാർപ്പാപ്പയുടെ ആഹ്വാനം. ആരാധനാക്രമത്തെ ചൊല്ലി സഭയിൽ മുറിവുകൾ ഉണ്ടാകരുത് മാർപ്പാപ്പ. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടന്നത് 747 അക്രമങ്ങൾ. ധന്യൻ ഫുൾട്ടൻ ജേഷ്ഠിനെ സെപ്റ്റംബർ 24 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. വിശുദ്ധ വാരത്തിലെ പരീക്ഷ നടത്തിപ്പിനെതിരെ സീറോ മലബാർ സഭയും KCBC. വാർത്തകൾ വിശദമായി. സമാധാനത്തിനായി വീണ്ടും മാർപ്പാപ്പയുടെ ആഹ്വാനം. യുദ്ധ സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ സമാധാനത്തിനു വേണ്ടിയുള്ള ആഹ്വാനം ലിയോ 14 പാപ്പ ആവർത്തിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും ആയുധരഹിതമായി സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്നും സംവാദത്തിലൂടെ എല്ലാറ്റിനും പരിഹാരം കണ്ടെത്തണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര യുദ്ധ സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച പാപ്പ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാഷണത്തിലൂടെ പ്രവർത്തനങ്ങൾ നടത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ആരാധനാക്രമത്തെ ചൊല്ലി സഭയിൽ മുറിവുകൾ ഉണ്ടാകരുത് മാർപ്പാപ്പ. ആരാധനാക്രമത്തെ ചൊല്ലി സഭയിൽ മുറിവുകൾ ഉണ്ടാകരുതെന്ന് ലിയോ 14 പാപ്പ. സഭയ്ക്കുള്ളിൽ ആന്തരിക മുറിവുകൾക്ക് കാരണമാകുന്ന സൂക്ഷ്മവും സങ്കീർണവുമായ 2 വിഷയങ്ങളിലൊന്നാണ് ആരാധനാക്രമ തർക്കങ്ങൾ, മറ്റൊന്ന് അധികാര ദുരുപയോഗം. ഐക്യത്തിന്റെ കൂദാശയായ കുർബാന ആഘോഷവുമായി ബന്ധപ്പെട്ട് സഭയിൽ വേദനാജനകമായ മുറിവുകൾ ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ് പാപ്പ പറഞ്ഞു. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടന്നത് 747 അക്രമങ്ങൾ. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ 747 അക്രമങ്ങളാണ് 2025 നടന്നതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുമായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ. രാജ്യവ്യാപകമായുള്ള 915 റിപ്പോർട്ടുകളിൽ നിന്നാണ് 747 കേസുകൾ എടുത്തിരിക്കുന്നത്. ഭീഷണി, അക്രമം, വിവേചനം എന്നിങ്ങനെ വിവിധ തരത്തിലാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനങ്ങൾ ഏറെയും നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ധന്യൻ ഫുൾട്ടൻ ജേഷ്ഠിനെ സെപ്റ്റംബർ 24 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. ധന്യൻ ഫുൾട്ടൻ ജേഷ്ഠിനെ 2026 സെപ്റ്റംബർ 24 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. വിശുദ്ധരുടെ നാമകരണ നടപടികളുടെ തിരുസംഘമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായി കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ ചടങ്ങിൽ പങ്കെടുക്കും. ആധുനിക മാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണം സാധ്യമാക്കിയ വ്യക്തികളിൽ മുൻപന്തിയിലാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്ഠി. വിശുദ്ധ വാരത്തിലെ പരീക്ഷാ നടത്തിപ്പിനെതിരെ സീറോ മലബാർ സഭയും KCBC. വിശുദ്ധ വാര ദിനങ്ങളായ ഓശാന ഞായർ, പെസഹ വ്യാഴം, ഈസ്റ്റർ ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദേശീയതല പരീക്ഷകൾക്കും മറ്റ് പരിശീലന പരിപാടികൾക്കും എതിരെ സീറോ മലബാർ സഭയും KCBC. ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ദിനങ്ങളെ തുടർച്ചയായി സർക്കാർ അവഗണിക്കുന്നത് ഗൗരവമായ വിവേചനമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നടപടി മതേതര രാജ്യത്തിന്റെ മര്യാദകൾക്ക് നിരക്കാത്തതാണ്, സീറോ മലബാർ സഭ വ്യക്തമാക്കി. ക്രൈസ്തവ വിശുദ്ധമായി ആചരിക്കുന്ന തിരുനാൾ ദിനങ്ങളിൽ മത്സര പരീക്ഷകൾ നടത്തുന്നത് ക്രിസ്തീയ യുവജനങ്ങൾക്ക് തങ്ങളുടെ മതവിശ്വാസം സ്വതന്ത്രമായി ആചരിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന് KCBC വ്യക്തമാക്കി. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.